യോ ഗൈസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നലെ ഞാൻ ഒരു കിഡിലും ഫീൽ ഗുഡ് പടം കണ്ടായിരുന്നു. അത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു തുടങ്ങാം. ടൂറിസ്റ്റ് ഫാമിലി, ഡയറക്റ്റഡ് ആൻഡ് റിട്ടൺ ബൈ അഭിഷൻ ജീവിന്ദ്. മച്ചാൻ്റെ പുതിയ സിനിമയാണ്. ഞാൻ ഇതുവരെ ഈ പേര് എവിടെയും കേട്ടിട്ടില്ല, ഇങ്ങനൊരു സിനിമ ഇറങ്ങണതിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല. ശശികുമാറിൻ്റെ വളരെ ചുരുക്കം സിനിമയെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇതെല്ലാം ഞാൻ തുടക്കത്തിലേ പറയുകയാണ്. ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാതെ നല്ലതാണെന്ന് കേട്ടിട്ട് ഞാനൊരു ഫ്രണ്ടും ഫാമിലിയൊക്കെ ഇങ്ങനെ പോയി കണ്ട സിനിമയാണ്. കിട്ടില്ല, പ്യുവർ ലൈറ്റ് ഹാർട്ടഡ് മൂവി, അങ്ങനെ വേണം എനിക്കടുത്ത് പറയാൻ. പ്രൊഡ്യൂസ്ഡ് ബൈ യുവരാജ് ഗണേശൻ, പിന്നെ പ്രൊഡ്യൂസർ വേറെ ഉണ്ട്, മകേഷ് രാജ് പസീലിയൻ എന്ന് പറഞ്ഞ് വേറൊരു പുള്ളിക്കാരുണ്ട്. മ്യൂസിക് ബൈ സീൻ റോൾഡൻ. എനിക്കറിയില്ല കേട്ടോ ആരാന്ന് പോലും അറിയില്ല. എൻ്റെ ക്രൂ മെമ്പേഴ്സ് ആയാലും അഭിനയിച്ചിരിക്കുന്നവരൊക്കെ കുറച്ച് പേരൊക്കെ പല സിനിമയിൽ കണ്ട പരിചയമുണ്ട്. സിമ്രാനാണ് മെയിൻ ഫീമെയിൽ ലീഡ് ചെയ്തിരിക്കുന്നത്, ശശികുമാറാണ് മെയിൽ ലീഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ സിനിമാറ്റോഗ്രാഫി ബൈ അരവിന്ദ് വിശ്വനാഥൻ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് അറിഞ്ഞുകൂടാ ബ്രോ. എല്ലാവരും ആ സിനിമയ്ക്ക് എന്താണ് വേണ്ടത് അതിനുള്ള എഫേർട്ട് ഇട്ട് നല്ല രീതിക്ക് ഒരു എക്സിക്യൂഷൻ ചെയ്തിട്ടുണ്ട് എന്ന് വേണം പറയാൻ. എഡിറ്റഡ് ബൈ ഭരത് വിക്രമൻ. പിന്നെ അഭിനയിച്ചിരിക്കുന്നത് മോനായിട്ട് 2 പേരുണ്ട് കേട്ടോ. മൂത്ത മോനെ ഇളയ മോനായിട്ട് ഒരാള് നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും, ആവേശത്തിലെ ബിബി മോൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആ മച്ചാന്റെ പേര് മിഥുൻ ജയ്ശങ്കർ. കിഡിലൻ ഒരു കഥാപാത്രം തന്നെയായിരുന്നു. പുള്ളീൻ്റെ ഒരു അച്ഛനൊക്കെ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആയാലും പുള്ളി പറഞ്ഞ കാര്യങ്ങളായാലും ആ ഒരു മകൻ ക്യാരക്ടർ, ആ ഒരു പ്രായത്തിന്റെ ഒരു ക്യാരക്ടർ അവിടെ കാണുന്നുണ്ട്. അത് ആ മച്ചാന്റെ പ്രായം അത് തന്നെയാണ്. ആ മച്ചാൻ അത് കിഡിലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ബിബി മോനെ പോലെ എനിക്ക് ഇതിൽ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടേ. ബിബി മോൻ ഒരു ഫൺ ഒരു ക്യാരക്ടർ ആണെങ്കിൽ ഇതിൽ കുറച്ചും കൂടി എന്താ പറയുക, പുള്ളി അങ്ങ് ഇമോഷണലി നമ്മളങ്ങ് കണക്ട് ചെയ്ത് ഇരുത്തുന്ന ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടറാണ് പുള്ളീൻ്റെ. പിന്നെ ഇളയ മകൻ കമലേഷ് ജഗൻ. മോനെ, നീ ഈ വഴിക്ക് എൻ്റെ പൊക്കോ. നിന്റെ ഹ്യൂമർ ആണെങ്കിലും നീ കാണിക്കുന്ന ഓരോരോ ചേഷ്ടകളും കോക്രികളും എന്താണെങ്കിലും അതെല്ലാം നമുക്ക് വർക്കായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാണ്, ഗോ ഫോർവേഡ്. നിനക്ക് നല്ലൊരു ഭാവി സിനിമയിലുണ്ട്. നല്ല കോമഡി റോൾസ് ഒക്കെ എടുത്ത് അങ്ങ് ചെയ്തങ്ങ് വരിക. പറ്റുന്ന സംഭവം നമ്മളിപ്പോൾ കണ്ടു. ഇനി വേറെ രീതിയിൽ അഭിനയിക്കാൻ പറ്റില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇമോഷണലായിട്ട് വേറെ ഡാർക്കായിട്ട് ഇങ്ങനെ വേണമെങ്കിൽ അഭിനയിക്കാം. കിഡിലെ ഒരു റോളാണ് ഈ പയ്യൻ ചെയ്തിരിക്കുന്നത്. അത് പറയാതിരിക്കാൻ വയ്യ. യോഗി ബാബു ചെറിയൊരു റോളുണ്ട്. ആസ് യൂഷ്വൽ പുള്ളി വരും, അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്ക് ചിരിക്കാൻ വേണ്ടി ഉണ്ടാക്കി തരും, പോവും. ഇതാണ് മെയിൻ സാധനമുള്ളത്. പിന്നെ MS ഭാസ്കർ. ഈ ചേട്ടനെ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, പല സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാൻ റീസെന്റ് കണ്ട പാർക്കിംഗ് എന്ന് പറഞ്ഞ മൂവിയിലെ മെയിൻ ലീഡ് ചെയ്തിരിക്കുന്ന ഒരു ചേട്ടനാണ് MS ഭാസ്കർ. പിന്നെ ഭഗവതി പെരുമാൾ, എലങ്കോ കുമാരവേല്. ഈ കുമാരവേല് ഈ ചേട്ടൻ നമ്മുടെ വിക്രം കമലഹാസന്റെ ലോകേഷ് കനരാജ് ചിത്രമായ വിക്രമില് മറ്റേ ഒരു ഏജന്റായിട്ട് റോള് ചെയ്തിട്ടുണ്ട്. പിന്നെ യോഗലക്ഷ്മി ആസ് കുരൽ. യോഗലക്ഷ്മി എനിക്ക് അറിഞ്ഞുകൂടാ. പുള്ളിക്കാരി വേറെ വെബ് സീരീസ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് പുള്ളിക്കാരിയെ കാണുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഒട്ടും പരിചയമില്ലാത്ത കുറെ മുഖങ്ങളാണ് ഈ സിനിമയിൽ മൊത്തം ഉള്ളത്. ഞാൻ എല്ലാവരും മനസ്സ് കവർന്നടേ. കിട്ടില്ല സിനിമ സത്യം. എന്താ പറഞ്ഞാൽ ഇവർ ഈ ഫാമിലി, ഈ ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറഞ്ഞാൽ ഇവരൊരു റെഫ്യൂജീസ് ആണ്. ഇവർ ശ്രീലങ്കയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വരികയാണ്. പിന്നെ അവർ കുറച്ച് നേരിടേണ്ടി വരുന്ന കുറച്ച് കോൺസിക്വൻസസും കാര്യങ്ങളും, നെയ്ബർഹുഡ് റിലേഷൻഷിപ്പിനെ കുറിച്ചും, ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ രവീണ രവിയല്ല, മറ്റേ ഡബിങ് ആർട്ടിസ്റ്റ് പുള്ളിക്കാരി ആണോ, പുള്ളിക്കാരിയുടെ മോളാണോ രവീണ രവി? പുള്ളിക്കാരി ആണെന്ന് തോന്നുന്നു, സിനിമയിലുണ്ട്. പുള്ളിക്കാരിക്കും ചെറിയൊരു റോളൊക്കെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്കിങ്ങനെ അറിയാവുന്ന കുറേ പേരൊക്കെ ഉണ്ട്, എന്നാൽ അധികം ആൾക്കാരില്ല. രവീണ രവീൻ്റെ അമ്മയാണ് കേട്ടോ, സോറി, രവീണ രവീൻ്റെ ശ്രീജ രവി സിനിമയിലുണ്ട്. നമ്മുടെ മാളൂട്ടിക്കൊക്കെ വേണ്ടി ഡബൊക്കെ ചെയ്തിരിക്കുന്ന ചേച്ചി പുള്ളിക്കാരി സിനിമയിലുണ്ട്. അങ്ങനെ നമുക്ക് കുറേ ചിരിയും, എന്നാൽ ചിരിയുടെ അപ്പുറം കുറേ ചിന്തിക്കാനും നല്ല കുറേ മൊമെന്റ്സ് ഉണ്ട്. അതിപ്പം എന്ത് രീതിയിലുള്ള ട്രാജഡി ആയാലും കോമഡി ആയാലും എങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അത് എൻഡ് ഓഫ് ദി ഡേ അത് നല്ലൊരു രീതിക്കാണ് അത് എൻഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കുറേ ക്യാരക്ടേഴ്സും കുറേ സംഭവങ്ങളും, ആ ഒരു കോളനിയും അവരുടെ ഓരോ വീട്ടുകാരും അവരുടെ ഓരോരോ കാര്യങ്ങളും, അങ്ങനെ കൊച്ചു വിശേഷങ്ങളായിട്ടുള്ള ഒരു ചെറിയൊരു സിനിമ. 2 മണിക്കൂറേ ഉള്ളൂ. ആൻഡ് ശശികുമാർ കിടിലൻ അഭിനയം. അത് തുടക്കം തൊട്ടേ അതങ്ങ് ഒരേ ഗ്രാഫിലങ്ങ് പിടിച്ച് പോകുന്നുണ്ട്. അത് അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ പറയുന്നില്ല കഥ ബാക്കി എങ്ങനെയാണ് വരുന്നതെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇവർ കുറച്ച് മൈഗ്രൻസ് ആണ്. ഇവർ
ശ്രീലങ്കയിലും അവിടുത്തെ പ്രശ്നങ്ങളും ഇൻഫ്ലേഷനും അവരുടെ പോവർട്ടിയും അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ കാരണം തമിഴ്നാട്ടിലേക്ക് വരുന്നു ആൻഡ് സോ ഓൺ എന്നേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾ പറ്റുമെങ്കിൽ സിനിമ പോയി കാണുക. ഒട്ടും ഷോ ഇല്ല, തിയേറ്റേഴ്സിൽ ഒട്ടും ഷോ ഇല്ല. ഞാൻ ഇന്നലെ തന്നെ നോക്കിയപ്പോൾ സിനിപോളിസിൽ ഒരു ഷോ, ഫോറമിൽ 2 ഷോ എന്തോ, ലുലുവിൽ 1 ഷോ, പിന്നെ വേറെ ഏതോ പെരുമ്പാവൂർ അവിടെ ഇവിടെയൊക്കെ ഓരോ തിയേറ്റേഴ്സിലൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ഷോസ് മാത്രമേ ഉള്ളൂ. പക്ഷെ കിട്ടില്ല, പറയാതിരിക്കാൻ വയ്യ. ഫസ്റ്റ് പടമായതുകൊണ്ടാണ് ഒന്ന് ഹെവി ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. തുടക്കം ഒരു സംഭവമൊക്കെ കാണിച്ചിട്ട് അവസാനം അതിൻ്റെ റെഫറൻസ് എന്താണെന്നൊക്കെ ഇങ്ങനെ കാണിച്ചൊക്കെ വന്നിട്ടുണ്ട്. ആൻഡ് ടോട്ടലി നോക്കുമ്പോൾ ഒരു ഫൺ വാച്ച്, ഒരു ഫണ്ണെന്നല്ല, ഒരു ഫീൽ ഗുഡ് വാച്ച്. ഫാമിലിയൊക്കെ ആയിട്ടിരുന്ന് നല്ല രീതിയിൽ നമുക്ക് സന്തോഷിച്ചിരുന്ന് കാണാൻ പറ്റുന്നത്. അവസാനം പടം കഴിയുമ്പോൾ നമുക്കൊരു പുഞ്ചിരി തരുന്ന ഒരു പടം എന്നെനിക്ക് പറയാനുള്ളൂ. ബാക്കി നിങ്ങൾ കണ്ടു നോക്കുക. പ്യുവർ ലൈറ്റ് ഹാർട്ടഡ് മൂവി.